أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم സൂറത്തുൽ ബഖറ മദനിയത്തുൻ, അത് മദനിയാണ്. സൂറത്തുൽ ബഖറ മദനിയാണ്, അതായത് നബിയുടെ ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്താണ്. മിഅത്താനി വസിത്തൊൻ ഔ സബുഅം വ സമാനുനായ 287 86 അല്ലെങ്കിൽ 87 ആയത്തുകളാണ്. അലിഫ് ലാം മീം, അതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹു അലം ബി മുറാദിഹി ബി ദാലിക, അള്ളാഹു ആണ് ഇതുകൊണ്ടുള്ള അവൻ്റെ ഉദ്ദേശം കൊണ്ട് ഏറ്റവും അറിയുന്നവൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരാണ് അലിഫ് ലാം മീം. അപ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ ഏറ്റവും അറിയാം എന്ന നിലക്കാണ്. ഇവിടെ ജലാലൈനിയാണ് നമ്മുടെ തഫ്സീർ ജലാലൈനി. ഇപ്പോൾ നമ്മൾ ഇത് ചുരുക്ക തഫ്സീറാണ്. മറ്റു തഫ്സീറുകളിലൊക്കെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും ഇതിലങ്ങനെ പറയൂല. അപ്പോൾ നമുക്കത് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അടുത്ത തഫ്സീറുകളിൽ അതിൻ്റെ വിശദീകരണം വരും. ഇബ്നു കസീർ പോലത്തെ തഫ്സീറുകൾ, തഫ്സീർ ത്വബരി, പിന്നെ തഫ്സീർ റാസി, ബഗ്വി, ഖുർത്തുബി പോലത്തെ തഫ്സീറുകളിലൊക്കെ വിഷയങ്ങൾ കൂടുതലായിട്ട് പറയും. അപ്പോൾ ഇത് ഏകദേശം അർത്ഥം മാത്രമേ ഇങ്ങനെ പറഞ്ഞു പോവുള്ളൂ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു, ആ കിതാബ്, ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല. ആ ഗ്രന്ഥം, അതിൽ ലാ റൈബ എന്ന് വെച്ചാൽ സംശയമില്ല, ഫീ അതിൽ സംശയമേ ഇല്ല. ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗവുമാണ്. അപ്പോൾ ദാലിക്കൽ കിതാബു അല്ലേ, ദാലിക്ക ഇവിടെ ദാലിക്കൽ കിതാബ് വെച്ചാൽ ഹാദാൻ്റെ മനക്കാണ്, ഈ കിതാബ് എന്നാണ് കേട്ടോ. അല്ലദീ യഖ്റഉഹു മുഹമ്മദൻ, മുഹമ്മദ് നബി ഓതുന്ന ഈ കിതാബുണ്ടല്ലോ, ലാ റൈബ ഫീ എന്ന് വെച്ചാൽ അതിൽ സംശയമേ ഇല്ല. ഏത് വിഷയത്തിൽ? അന്നഹു മിൻ ഇൻദില്ലാഹി, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന വിഷയത്തിൽ സംശയമില്ല. അപ്പോൾ ലാ റൈബ ഫീ എന്നുള്ള ജുംല, വ ജുംലത്തുൻ നഫീ ഖബറു മുബ്തദയിൻ, ഈ നഫിയുടെ ജുംല ഉണ്ടല്ലോ, അത് മുബ്തദയുടെ ഖബറാണ്. ഖബറുൻ, അത് ഖബറാണ്. മുബ്തദഹു ദാലിക, അതിൻ്റെ മുബ്തദ ദാലിക്കാണ്. ദാലിക്കൽ കിതാബു, ഈ കിതാബാകുന്നത് ലാ റൈബ ഫീ, അതിൽ സംശയമേ ഇല്ല എന്ന നിലക്കാണ്. അപ്പോൾ വൽ ഇഷാറത്ത് ബിഹിൽ തഅദീമിട്ടാ, ഇവിടെ ദാലിക്ക കൊണ്ടിട്ട് നമ്മൾ അത് എന്ന നിലക്ക് നമ്മൾ മഹത്വപ്പെടുത്തി പറഞ്ഞതാണത്. ശരിക്കും ഇതാണ് നബി തങ്ങൾ ഓതുന്ന ഈ കിതാബ് എന്നാണ്. ഇനി അതല്ലാത്ത രീതിയിൽ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒന്ന് അർത്ഥം മനസ്സിലാക്കാനാണ്. അത് വലിയ വലിയ തഫ്സീറുകളിൽ പറയും. അപ്പോൾ ദാലിക്കൽ കിതാബു, ഈ കിതാബാകുന്നത് മുഹമ്മദ് നബി ഓതുന്ന കിതാബ്, അതിൽ സംശയമേ ഇല്ല. ഏത് വിഷയത്തിൽ? അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന വിഷയത്തിൽ സംശയമേ ഇല്ല. അത് ഹുദൻ, അത് ഹുദയുമാണ്. ഐ ഹാദിൻ ലിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്ക് സന്മാർഗവുമാണ്. ഹുദൻ ലിൽ മുത്തഖീൻ എന്താണ്? മാർഗദർശനമാണ്. ആർക്ക്? ലിൽ മുത്തഖീന, സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, അതായത് അസ്വാഇരീനയിലെ തഖ്വയിലേക്ക് എത്തിയവർക്ക്. ബിംതിസാലിൽ അവാമിരി, എങ്ങനെയാണത്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും വജ്തിനാബിൻ നവാഹി, വിരോധനകളെ വെടിഞ്ഞുകൊണ്ടിട്ടും തഖ്വയിലേക്ക് ചെന്നെത്തുന്ന ആളുകൾക്ക് ഇത് സന്മാർഗവുമാണ്. എന്താണത്? മാർഗദർശനവുമാണ്. കാരണം എന്താ? ലിത്യഖാഹിം ബിദാലിക, അതുകൊണ്ട് നാറ, നരകത്തെ അവർ അതുകൊണ്ട് സൂക്ഷിച്ചതിന് വേണ്ടി. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി ആരാണ് മുത്തഖീങ്ങൾ എന്ന് പറയണം അല്ലേ? മുത്തഖീങ്ങൾക്ക് ഖുർആൻ സന്മാർഗമാണെന്ന് പറഞ്ഞു. മുത്തഖീങ്ങൾ ആരാണ്? അതായത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീന, അതായത് അല്ലദീന ഒരുത്തരാണ്, യുഅ്മിനൂന വിശ്വസിക്കുന്നു, ബിൽ ഗൈബി അദൃശ്യം വിശ്വസിക്കുന്നു, അദൃശ്യം കൊണ്ട് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നു, വയുഖീമൂന സ്വലാത നിസ്കാരം നിലനിർത്തുന്നു,
വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നു. അതായത് അല്ലദീന യുഅ്മിനൂന യുസദ്ദിഖൂന ബിൽ ഗൈബി, അതായത് ബിമാ ഗാബാനുഹും മിനൽ ബാസി വൽ ജന്നത്തി വന്നാരി, അവരെ തൊട്ട് അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് അവർ വാസ്തവമാക്കുന്നു, വിശ്വസിക്കുന്നു. ആ വാസ്തവമാക്കുന്ന എന്ത് കാര്യങ്ങളാണ് അദൃശ്യമായത്? മിനൽ ബാസി പുനർജന്മം, വൽ ജന്നത്തി സ്വർഗം, വന്നാരി നരകം, ഈ കാര്യങ്ങളാൽ അവരിൽ നിന്ന് മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണവർ. വയുഖീമൂന സ്വലാത്ത്, അവർ നിസ്കാരം നിലനിർത്തുന്നു. അയ്യത്തൂന ബിഹാ ബിഹുഖൂഖിഹാ, അതിൻ്റെ ഹക്ക് പ്രകാരം അതിനെ കൊണ്ടുവരുന്നവരാണ്, നിസ്കാരത്തെ നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, വമിമ്മാ റസഖ്ന ഐ അഅ്തൈനാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നു. ഫീ ത്വാഅത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായിട്ട് ചെലവഴിക്കുന്നു, അള്ളാഹുവിൻ്റെ ആരാധനയിലായിട്ട് നൽകിയത് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ മുത്തഖീങ്ങൾ ആരാണ്? അതാ പറഞ്ഞത്. പിന്നെ എങ്ങനത്തവരാണ്? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, അങ്ങയിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട് വിശ്വസിക്കുന്നവരാണവർ. വമാ ഉൻസില മിൻ ഖബ്ലിക, അങ്ങക്ക് മുമ്പുൾ ഇറക്കപ്പെട്ടത് കൊണ്ടും, അങ്ങക്ക് ഇറക്കപ്പെട്ട ഖുർആൻ കൊണ്ടും അങ്ങേക്ക് മുമ്പ് ഇറക്കപ്പെട്ട തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലത്തത് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ ആഖിറം കൊണ്ട് ഉറപ്പിച്ചവരാണ്, ആഖിറം കൊണ്ട് ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വെച്ചാൽ ഈ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നു, അങ്ങയിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട് വിശ്വസിക്കുന്നു വെച്ചാൽ വമാ ഉൻസില മിൻ ഖബ്ലിക തൗറാത്ത്, ഇഞ്ചീൽ, വൈരിഹിം, അങ്ങനെ പറഞ്ഞില്ലേ. തൗറാത്ത് മുമ്പ് ഇറക്കപ്പെട്ടത്, അങ്ങേക്ക് മുമ്പ് ഇറക്കപ്പെട്ടത് തൗറാത്ത്, ഇഞ്ചീൽ, അതല്ലാത്തവൾ. വബിൽ ആഖിറതി ഹും യൂഖിനൂന, അങ്ങ് ആഖിറം കൊണ്ട് അവർ അറിയുന്നവരാണ്. യൂഖിനൂന ഇവിടെ അർത്ഥം യഅലമു, യൂഖിനൂന അർത്ഥം നേരെ ദൃഢമായി വിശ്വസിക്കാന്നല്ലേ. അപ്പോൾ ഈ സൂക്ഷ്മത പാലിക്കുന്നവർ ആരാന്ന് കിട്ടി അല്ലേ. നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ്? അദൃശ്യത്തിൽ വിശ്വസിക്കുക, നിസ്കാരം നിലനിർത്തുക, ചിലവഴിക്കുക, പിന്നെ മുമ്പിറക്കപ്പെട്ടത് അങ്ങേക്കിറക്കപ്പെട്ടത് കൊണ്ടും അങ്ങേക്ക് മുമ്പിറക്കപ്പെട്ടത് കൊണ്ടും വിശ്വസിക്കുന്നു. ആഖിറം കൊണ്ട് ദൃഢമായി വിശ്വസിക്കുന്നു അവരാണ്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈക കൂട്ടർ, അലാ ഹുദം മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള സന്മാർഗത്തിൻ്റെ മേലാണവർ അല്ലേ, തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സന്മാർഗത്തിലാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടർ തന്നെയാണ് വിജയികൾ. ഉലൈക അവർ, ഹുമുൽ മുഫ്ലിഹൂൻ അവരാണ് വിജയികൾ. അതായത് ഉലൈക്കൽ മൗസൂഫുന ബിമാ ദുക്കിറ, ഈ പറയപ്പെട്ടത് കൊണ്ട് ഈ വിശേഷണം പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർ അലാ ഹുദം മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള സന്മാർഗത്തിൻ്റെ മേലാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ, അവർ വിജയികൾ തന്നെയാണ് അക്കൂട്ടർ അല്ലേ. അതായത് അൽ ഫായിസൂന ബിൽ ജന്നത്തി, സ്വർഗം കൊണ്ട് വിജയിച്ചവരാണ്. അന്നാജൂന മിനൻ നാരി, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അപ്പോൾ അവിടം വരെ മുത്തഖീങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അടുത്തത് 6-ാമത്തെ ആയത്ത് മുതൽ മറ്റൊരു വിഷയത്തിലേക്കാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.